വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻസ്. നിങ്ങളുടെ സ്വന്തം വർഷാമസാണ്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഓണപരീക്ഷ. അപ്പോൾ ആ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന 3 ചോദ്യങ്ങൾ നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്താലോ? അപ്പോൾ മക്കളെ വീഡിയോ അവസാനം വരെ കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് പഠിച്ചോ. ഒന്നാമത്തെ ചോദ്യം നോക്കിയോ മക്കളെ. 8.5ന്റെ വർഗ്ഗം സ്ക്വയർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 64 പ്ലസ് പിന്നെ എന്തോ ഒരു ബ്ലാങ്കാ, അവിടെ ആരോ വരാനുണ്ട്, പിന്നെ 0.35. അപ്പോൾ ആ ബ്ലാങ്കിൽ ഇതിൽ ഏതോ ഒരു നമ്പറാണ് വരുന്നത്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, നമ്മളോട് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ 8.5ന്റെ വർഗ്ഗം സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 8നോട് എത്ര കൂട്ടിയാലാ 8.5 ആവുക? 8 പ്ലസ് 0.5 ആ ഹോൾ സ്ക്വയർ അങ്ങനെ എഴുതാം. പിന്നെ എങ്ങനെയായിരുന്നു സ്ക്വയർ കണ്ടുപിടിക്കുക? ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ 8ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആ 2 ഇൻറ്റു എല്ലായിടത്തും ഉണ്ട് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ആരാ? 8 ഇൻറ്റു അവസാനത്തെ നമ്പർ 0.5 പ്ലസ് ഇനി അവസാനത്തെ നമ്പറിന്റെ സ്ക്വയർ 0.5ന്റെ സ്ക്വയർ. 8ന്റെ വർഗ്ഗം എത്രയാ മക്കളെ? 8ന്റെ സ്ക്വയർ 64 പ്ലസ് 2 ഇൻറ്റു 8 എത്രയാ? 16. 16 ഇൻറ്റു 0.5 പ്ലസ് 0.5ന്റെ സ്ക്വയർ നോക്കിക്കോ. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 0.5. റെഡി? അപ്പോൾ ഇതിൽ പോയിന്റ് ഒക്കെ എൻ്റെ മക്കൾ മാറ്റി വെക്കാം. എന്നിട്ട് നോക്ക്, 5 ഇൻറ്റു 5 എത്രയാണ്? 25. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരാൾ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരാൾ, മൊത്തം 2 പേരെ നമ്മൾ മാറ്റണം. ഈ 2 ആളെ മാറ്റിയതാ ഇവിടെ ഒരു കുത്തിട്ട് കൊടുത്തോ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 0.25 0.25. ഇനി നോക്കിയ മക്കളെ, ഇവിടെ 16 ഇൻറ്റു 0.5 എന്ന് കാണുന്നുണ്ട്. ഈ 0.5 എന്ന് പറഞ്ഞാൽ ആരാ? അരയാണ്. 1/2 അര, അല്ലെങ്കിൽ പകുതി. അതായത് 16ന്റെ പകുതി എന്താണെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. 16ന്റെ പകുതി എന്താ? 16ന്റെ പകുതി 8. ബാക്കിയൊക്കെ അതേപോലെ. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഇവിടെ 2 ആണ്. റെഡി? 0.25 ആണ്. ക്ലിയർ ആയോ? നോക്കിക്കോ, ഇവിടെ 64 ഉണ്ട്, ഇവിടെ 0.25 ഉണ്ട്. ഇത് വന്നപ്പോൾ എന്തോ പ്രിന്റഡ് മിസ്റ്റേക്ക് എന്നാ. 0.25 ഉണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള സംഖ്യ ഏതാണ്? 8. നമ്മുടെ ഓപ്ഷനിലുണ്ടോ 8? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയോ? എങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ സ്യൂട്ടബിൾ ആൻസർ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മക്കളെ. ഇതേപോലെ ഈ ഇടയിൽ വരുന്നത് ഏത് നമ്പറാണ്? അപ്പോൾ നോക്കിക്കോ, 13ന്റെ വർഗ്ഗമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 13ന്റെ സ്ക്വയർ. 13ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുക? 10 പ്ലസ് 3 ഹോൾ സ്ക്വയർ. എന്നിട്ട് 10ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആ 10 ഇൻറ്റു ആ 3 പ്ലസ് 3ന്റെ സ്ക്വയർ. അതിലിതാ ഈ 10 സ്ക്വയർ ഇവിടെയുണ്ട്, ഈ 3 സ്ക്വയറും ഇവിടെയുണ്ട്. ഈ ഇടയിലുള്ള ആളെയല്ലേ ചോദിച്ചത്? അത് ഓപ്ഷൻസിൽ ഏതാണ് വരിക? 2ഉം 10ഉം 3ഉം വരണം. ഇവിടെ 6 ഒക്കെ വരുന്നുണ്ട്, അപ്പം ഇതെന്തായാലും അല്ല. ഇനി ഇവിടെ 13 ഒക്കെ വരുന്നുണ്ട്, അതല്ല. ഇവിടെ 10 ഉണ്ട്, ഓക്കെ. 3 ഉണ്ട്, 1 ആണ്, അതുമല്ല. പിന്നെ ആരാ? 10 ഉണ്ടോ? 10 ഉണ്ട്. 3 ഉണ്ടോ? 3 ഉണ്ട്. 2 ഉണ്ടോ? യെസ്, 2 ഉണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്ലിയർ? റെഡി? അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ക്വയർ എടുത്ത് ചെയ്ത് നോക്കിയാലാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 24ന്റെ സ്ക്വയർ 24ന്റെ വർഗ്ഗം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഓപ്ഷൻസ് നിന്ന് ഈ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ. അപ്പോൾ 24ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ എടുക്കുക? 24ന്റെ സ്ക്വയർ 20 പ്ലസ് 4 ഹോൾ സ്ക്വയർ. അപ്പോഴോ 20ന്റെ സ്ക്വയർ ആദ്യം നമ്മൾ എന്തെടുക്കും? 20ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 4 പ്ലസ് 4ന്റെ സ്ക്വയർ. 20ന്റെ സ്ക്വയർ ഇപ്പോൾ ഉത്തരമൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 20ന്റെ സ്ക്വയർ ഇതാ, 20ന്റെ സ്ക്വയർ അവിടെ കൊടുത്തിട്ടുണ്ട്. 4ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ. ഈ ഇടയിലുള്ള ആളല്ലേ ചോദിച്ചത്? ഈ ഇടയിലുള്ള ആൾ ആരാ മക്കളെ? 2 ഇൻറ്റു 20 ഇൻറ്റു 4. അതെവിടെ ഓപ്ഷനിൽ? 2 ഇൻറ്റു 20 ഇൻറ്റു 4 വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി. ഇതൊക്കെ നിങ്ങളുടെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ പല ചോദ്യങ്ങളിലായിട്ടും ഓണപരീക്ഷയ്ക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനും അതേപോലെ ക്രിസ്മസ് പരീക്ഷയ്ക്കും എല്ലായിടത്തും ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇത് പഠിക്കുക. ഇനി നമ്മുടെ ബാച്ചിൽ LMS ബാച്ചിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മുടെ ബാച്ചിൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള അതേപോലെ ഓരോ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവും റെക്കോർഡഡ് ക്ലാസ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ ക്വിക്ക് റിവിഷൻ നോട്ട്സും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിലൂടെ കിട്ടാൻ പോകുന്നത്. സോ മക്കൾ ഒട്ടും ടൈം വേസ്റ്റ് ഉണ്ടാവുന്ന പരീക്ഷ കഴിയട്ടെ എന്നിട്ട് ജോയിൻ ചെയ്യാം എന്നൊന്നും വിചാരിക്കേണ്ട മക്കളെ. ചെറിയൊരു ഫീ ആണ് നമ്മുടെ ഒരു വർഷത്തേക്ക് വരുന്നത്, 3999. റെഡി? അപ്പോൾ പെട്ടെന്ന് തന്നെ പാരൻസിനോട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സെറ്റാക്കി എടുക്കാം. സോ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
റെഡി? അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.